മിശിഹായിൽ സ്നേഹമുള്ളവരെ, ഈ വർഷത്തെ വിശ്വാസ പരിശീലന വിഭാഗത്തിൻ്റെ വാർഷിക സമ്മേളനത്തിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണല്ലോ. വ്യത്യസ്തങ്ങളായ പരിപാടികളോടെയാണ് നമ്മൾ ഈ ആഘോഷം നടത്തുക. വിശുദ്ധ കുർബാന കഴിഞ്ഞു. അത് വിശ്വാസ പരിശീലനത്തിൻ്റെ സുപ്രധാനമായ ഭാഗമാണ്. തുടർന്നുള്ള പരിപാടികളിൽ സന്ദേശങ്ങളുണ്ട്, ഗാനങ്ങളുണ്ട്, നൃത്തങ്ങളുണ്ട്, സമ്മാനദാനമുണ്ട്. അങ്ങനെ വ്യത്യസ്തമായ പരിപാടികളിലൂടെ ഒരു വിദ്യാർത്ഥിയുടെ സമഗ്രമായ വികസനം, യേശുവിലുള്ള ഒരു വളർച്ച, അതിലുള്ള ഒരു പൂർണ്ണതയിലേക്കുള്ള ഉയർച്ച, അത് തന്നെയാണ് നമ്മൾ വിശ്വാസ പരിശീലനം കൊണ്ട് ലക്ഷ്യമാക്കുന്നത്. ഈ പരിപാടിയിലേക്ക് വന്നിരിക്കുന്ന നിങ്ങളെല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. വിശ്വാസത്തിൽ വളരാനും വിശ്വാസത്തിൽ പരിപോഷിപ്പിക്കപ്പെടാനും വിശ്വാസത്തിൽ വളർന്നതിൻ്റെ സൽഫലം എന്നോണം പ്രേക്ഷിത തീഷ്ണത കൊണ്ട് എരിയുവാനും നമ്മുടെ കുഞ്ഞുമക്കളെയും ചെറുപ്പക്കാരെയും കുടുംബാംഗങ്ങളെയും എല്ലാം പ്രചോദിപ്പിക്കുന്ന ഇന്നത്തെ പരിപാടി നിങ്ങൾക്ക് അനുഗ്രഹദായകമായ ഒരു അനുഭവമായി മാറട്ടെ എന്ന് വ്യക്തിപരമായി നിങ്ങൾ വികാരി എന്ന നിലയിലും നിങ്ങൾക്കെല്ലാവർക്കും ആശംസ നേരുകയും ഈ പരിപാടികളിലേക്ക് നിങ്ങളെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. മക്കളെ, എല്ലാവർക്കും സുഖമല്ലേ? എക്സാം ആണ് ടീച്ചറെ, അത്ര വലിയ സുഖമൊന്നുമില്ല. ഓ, എങ്കിൽ നിങ്ങളുടെ മൈൻഡ് ഒന്ന് റിലാക്സ് ചെയ്യാൻ ഒരു ചെറിയ പണി തരാം. അത് ശരിയാ ടീച്ചറെ, സ്കൂളാണെങ്കിൽ ഷോക്കും, ഈ കാറ്റീസെങ്കിലും മൈൻഡ് റിലാക്സ് ആവട്ടെ. നമ്മുടെ കാറ്റീസിന്റെ ആനുവൽ ഡേ അടുത്തല്ലോ. നമ്മുടെ ക്ലാസ്സാണ് ഇപ്രാവശ്യം തീം അവതരിപ്പിക്കേണ്ടത്. ടീച്ചറെ, എന്താ തീം? ഹോപ്പ്, പ്രത്യാശ. അതല്ലേ എല്ലാം. ഇന്ന് പോയാടാ ടീച്ചർ പറ, നമ്മളെന്ത് ചെയ്യണം? നമുക്ക് ആദ്യം പ്രത്യാശയുമായി ബന്ധപ്പെട്ട സുവിശേഷ ഭാഗങ്ങൾ കണ്ടെത്തണം. സുവിശേഷത്തിൽ മുഴുവൻ പ്രത്യാശയുടെ കഥകളല്ലേ, അതിലിപ്പോ എന്താ പ്രത്യേകത? ഈശോ പറഞ്ഞ കുറെ ഉപമകളുണ്ട്, അതിലെ സാരാംശം നമുക്ക് തീമാക്കാം.
അടുത്ത ആഴ്ച തന്നെ നിങ്ങൾ അത് കണ്ടുപിടിച്ച് കൊണ്ടുവരണം. ഓക്കെ ടീച്ചർ. ടീച്ചറെ, നിലവിൽ ഏതെങ്കിലും പിള്ളേരുടെ പരിപാടികൾ ഇപ്പൊ പഠിച്ചു കഴിഞ്ഞോ? ഒരു ക്ലാസ്സിന്റെ പരിപാടി നല്ല സെറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ആദ്യം അതൊന്ന് കണ്ടു നോക്കാം. ക്ഷണമേ അരിചേറ്റി കളിക്കണോ? അരിചേറ്റി കളിക്കല്ല, അരിചേറ്റി കളയണം. അത് കൊള്ളാം.
അതേ, ഈ പ്രത്യാശയുമായി ബന്ധപ്പെട്ട് വല്ലതും കയ്യിലിരിപ്പുണ്ടോ? ഇപ്പൊ എന്റെ കയ്യിലുള്ളത് അരിയാണ്. നല്ല ചെളി. അരി ചേറ്റിക്കൊണ്ടിരിക്കുമ്പോഴാണ് നിന്റെ ഒരു ഉപമ. ആ അരി എന്ന് പറഞ്ഞപ്പോഴാ നമുക്കൊരു വിധക്കാരന്റെ ഉപമയില്ലേ? ആ വിധക്കാരന്റെ ഉപമ, അത് നല്ലതാണ്. കിട്ടിപ്പോയി. തിരുവചനം പറയുന്നു, ഒരു വിതക്കാരൻ വിതയ്ക്കാൻ പുറപ്പെട്ടു. വിതച്ചപ്പോൾ ചിലത് വഴിയരികിൽ വീണു, ചിലത് പാറപ്പുറത്ത് വീണു, മറ്റു ചിലത് മുൾച്ചെടികൾക്കിടയിൽ വീണു, ചിലത് നല്ല നിലത്തും. അവ 100 മേനിയും 60 മേനിയും 30 മേനിയും ഫലം പുറപ്പെടുവിച്ചു. വിളവുകളേറെ കൊയ്യാൻ വരിക സഹജരേ, കതിരുകളേറും പാടം തന്നതു ദൈവമല്ലേ. വിളവുകളേറെ കൊയ്യാൻ വരിക സഹജരേ, കതിരുകളേറും പാടം തന്നതു ദൈവമല്ലേ. നിറ പട്ടിനിറ, നിറ കുട്ടനിറ, പട്ടിനിറ കുട്ടനിറ കൊയ്യാരേ. വിളവുകളേറെ കൊയ്യാൻ വരിക സഹജരേ, കതിരുകളേറും പാടം തന്നതു ദൈവമല്ലേ. വചനമാണ് വിത്ത്, വാരി വിതറും കർഷകൻ ക്രിസ്തുനാഥനും. ഹൃദയമാണ് വയല്, വചനമാണ് വിത്ത്, വാരി വിതറും കർഷകൻ ക്രിസ്തുനാഥനും. നമ്മള് തുടികൊട്ടി അടിവെച്ച് താളമിട്ടല്ലേ, തട്ടുടുത്തു ഞൊറിയിട്ടു കുറിയിട്ടോര് ഒന്നു വട്ടമിട്ടു കൈകൊട്ടി പൂപ്പൊലി പാടാം. കുമിര കുമിര കുടികൊട്ടിന തകിട തകിട തകതിത്തന തെലുന്ത് തെലുന്ത് വിളവിളങ്ങി പറ 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 കൊട്ടണ. ഉയിരിൻ ഉയിരെ പാടൂ നമ്മളൊന്നല്ലേ. കതിരെല്ലാം കെട്ടണ് കെട്ടണ് പതിരെല്ലാം പറ്റണ് പറ്റണ് നിറ പറയറ നിറയട്ടെ തന്തിര തന്താരോ. കതിരെല്ലാം കെട്ടണ് കെട്ടണ് പതിരെല്ലാം പറ്റണ് പറ്റണ് നിറ പറയറ നിറയട്ടെ തന്തിര തന്താരോ. ആരാന്നേ ആരാന്നേ ഒത്തുപിടിക്കുന്നതാരാന്നേ, തീയാടാൻ തിറയാടാൻ മാണിക്കക്കാതിലുറഞ്ഞാടാൻ. ഓനാന്ന് ഓനാന്ന് എത്തുപിടിക്കുന്നതോനാന്ന്, നേരാന്നേ നേരാന്നേ കുതിര് വന്നതവനാന്നേ. മണ്ണാന്ന് മണ്ണാന്ന് പൊന്ന് വിളയണ മണ്ണാന്ന്, പോയോരും വന്നോരും ചോര പൊടിച്ചൊരു മണ്ണാന്ന്. കതിരെല്ലാം കെട്ടണ് കെട്ടണ് പതിരെല്ലാം പറ്റണ് പറ്റണ് നിറ പറയറ നിറയട്ടെ തന്തിര തന്താരോ. കതിരെല്ലാം കെട്ടണ് കെട്ടണ് പതിരെല്ലാം പറ്റണ് പറ്റണ് നിറ പറയറ നിറയട്ടെ തന്തിര തന്താരോ. കതിരെല്ലാം കെട്ടണ് കെട്ടണ് പതിരെല്ലാം പറ്റണ് പറ്റണ് നിറ പറയറ നിറയട്ടെ തന്തിര തന്താരോ. കതിരെല്ലാം കെട്ടണ് കെട്ടണ് പതിരെല്ലാം പറ്റണ് പറ്റണ് നിറ പറയറ നിറയട്ടെ തന്തിര
കണ്ണാടി ചിറകുള്ള കാട്ടുതുമ്പി എൻ മന്ദാര തോട്ടത്തിൽ കൂട്ടുപോരോ കണ്ണാടി ചിറകുള്ള കാട്ടുതുമ്പി എൻ മന്ദാര തോട്ടത്തിൽ കൂട്ടുപോരൂ മലർത്തേനുണ്ടല്ലോ ഇളം കാറ്റുണ്ടല്ലോ ഇനി വരൂ കര തളിരിലയുതി മയങ്ങി നിന്നാട്ടെ കണ്ണാടി ചിറകുള്ള കാട്ടുതുമ്പി എൻ മന്ദാര തോട്ടത്തിൽ കൂട്ടുപോരൂ ചെപ്പടി വിദ്യ വേണ്ട തക്കിടി വേല വേണ്ട പൊൻപട്ടും കെണി വലയും തിരിച്ചറിയാം കൊച്ചേ ചെപ്പടി വിദ്യ വേണ്ട തക്കിടി വേല വേണ്ട പൊൻപട്ടും കെണി വലയും തിരിച്ചറിയാം കൊച്ചേ വനദേവത നീയല്ലേ നിൻ കാലിൽ വീണതല്ലേ നിന്റെ കതോരം എന്റെ പാട്ട് തേടി വന്നതല്ലേ നീ ചിരിച്ചെറുക്കണ ജാതി നീ പഴത്തിനുള്ളിലെ സൂചി ഒട്ടാലൊട്ടണ ഭാഷ വേണ്ട ചുമ്മാ ചാറിടാതെ പോ പിന്നെയും കോട്ടിനുള്ളിലാണ്ടിരിക്കും കാട്ടുപൂച്ച തേണ്ടമേലെ നക്കു നീട്ടി മീശ കാട്ടി പഞ്ചാരേ പിന്നെ കോട്ടിനുള്ളിലാണ്ടിരിക്കും കാട്ടുപൂച്ച തേണ്ടമേലെ താക്കു നീട്ടി മീശ കാട്ടി പഞ്ചാരേ ചെക്കേറാൻ ചില്ല വേണ്ട ചക്കിട്ടാൽ കേറുകേല നിന്നെക്കാൾ വലിയ കല്ലും ഉരുട്ടിടും ഈ തുമ്പി ചെക്കേറാൻ ചില്ല വേണ്ട ചക്കിട്ടാൽ കേറുകേല നിന്നെക്കാൾ വലിയ കല്ലും ഉരുട്ടിടും ഈ തുമ്പി അരിപ്രാവ് പോലെ മെല്ലെ എന്റെ ചാര വന്നു കൂടെ എന്റെ സ്നേഹം ഞാൻ നിന്റെ മുന്നിൽ കോരി ചൊരിഞ്ഞില്ലേ നീ പളപളപ്പുള്ള മോടി നീ വിളഞ്ഞ വയ്യാവേലി കേട്ടോ പട്ടണ ചാട വേണ്ട കിട്ടോ പമ്മിടാതെടോ കണ്ടോ പൊന്നു കൊണ്ട് പൂശി വെച്ച ഓട്ടുചെമ്പു പിച്ചളകൾ കാറ്റുകൊണ്ട് ക്ലാവടിച്ചു പൊന്നാരേ കണ്ടോ പൊന്നു കൊണ്ട് പൂശി വെച്ച ഓട്ടുചെമ്പു പിച്ചളകൾ കാറ്റുകൊണ്ട് ക്ലാവടിച്ചു പൊന്നാരേ കണ്ണാടി ചിറകുള്ള കാട്ടുതുമ്പി എൻ മന്ദാര തോട്ടത്തിൽ കൂട്ടുപോരൂ കണ്ണാടി ചിറകുള്ള കാട്ടുതുമ്പി എൻ മന്ദാര തോട്ടത്തിൽ കൂട്ടുപോരൂ എന്താ സാറാണ് പുതിയ പേരൊക്കെ നന്മരോ? എന്റെ പൊന്ന ചെവുമാർക്ക് പ്രാന്താണ് എന്നെ നന്മരോന്നൊക്കെ വിളിക്കുന്നത്. എനിക്കറിയാൻ വളർന്നതാണ്. അതെന്താ ഇവനെ നന്മവരെന്ന് വിളിക്കണേ? എന്റെ പൊന്നച്ചുവിന്റെ പട്ടി ഷോ സഹിക്കാൻ പറ്റുള്ള ടീച്ചർമാരൊക്കെ ഇപ്പൊ ഇവന്റെ ഫാൻസ് ആണ്. ഫാൻസാ? അതിന് മാത്രം 100 നീ ചെയ്ത പൊന്നു കഴിഞ്ഞ ടീച്ചർ സ്റ്റഡിയിൽ ചലഞ്ചാണ്. ചെയ്യണ്ട ഒരാവശ്യം ഉണ്ടായില്ല. സിസ്റ്റർ പറഞ്ഞ് ചെയ്ത സമ്മാനം കിട്ടും. ഞാൻ അതിന്റെ ഒരു രീതിയിൽ സമ്മാനം കിട്ടാന്ന് വെച്ചിട്ട് അങ്ങനെ ചെയ്യാന്ന് വെച്ചു. അതിനാണ് ഈ കിടന്ന് എല്ലാം ഇങ്ങനെ പറയണം. ഈ സമ്മാനം കിട്ടാൻ മാത്രം എന്തുട്ട് നീ ചെയ്തേ? അതൊരു ചെക്കന് നോട്ട് എഴുതി കൊടുത്ത് പിന്നെ അവിടെ കിടന്ന ചപ്പഞ്ഞ പറക്കെടുത്ത് വാസ്തയിലോട്ട് കിട്ടി. അതൊക്കെ ചെയ്തോളൂ. അങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ചെയ്തോളൂ. അത്ര ഉണ്ടായുള്ളൂ. അതിനാണ് ഈ കിടന്ന് നന്മരെന്നൊക്കെ പറയണത്. എടാ അങ്ങനെയാണെങ്കിലേ നമുക്ക് ഇവനെ ഇനി നന്മമരെന്നല്ല വിളിക്കണ്ടേ, കടുകുമരെന്ന് വിളിക്കാം. അതാണ് കുറച്ചും കൂടി ചേർന്നേ. ഇനി അച്ഛനും കൂടെ വിളിക്കും. ഇനി അതിന്റെ ഒരു കുറവുള്ളൂ. എടാ അങ്ങനെയല്ലടാ, നീ ചെയ്യുന്ന ഓരോ ചെറിയ വലിയ കാര്യങ്ങൾ പോലും അത് നല്ലതാ, അത് സൂപ്പറാടാ, ആ ഐഡിയ കൊള്ളാം. നീയാണ്
ക്രിസ്തു പറഞ്ഞ ആ കടുകുമരം. അപ്പൊ അച്ഛാ, ഈ കടുകുമണിയുടെ ഉപമ നമുക്ക് ആനിവേഴ്സറിക്ക് എടുത്താലോ? നിലത്ത് പാകുമ്പോൾ ചെറുതും കാലക്രമേണ വലുതുമാകുന്ന വലിയൊരു മരമായ ചെറിയൊരു കടുക്. തിരുവചനം പറയുന്നു, സ്വർഗരാജ്യം ഒരുവൻ വയലിൽ പാകിയ കടുകുമണിക്ക് സദൃശ്യം. അത് എല്ലാ വിത്തിനെയും കാൾ ചെറുതാണ്. എന്നാൽ വളർന്നു കഴിയുമ്പോൾ അത് മറ്റു ചെടികളേക്കാൾ വലുതായി ആകാശപ്പറവകൾ വന്ന് അതിൻ്റെ ശിഖരങ്ങളിൽ ചേക്കേറാൻ തക്കവിധം മരമായിത്തീരുന്നു. കടുക് മണിക്കൊരു കണ്ണുണ്ട്, കണ്ണിനകത്തൊരു കരടുണ്ട്. കടുകുമണിക്കൊരു കണ്ണുണ്ട്, കണ്ണിനകത്തൊരു കരടുണ്ട്. കടലുണ്ടിന്നൊരു ചങ്ങായി കായ വറുത്ത് കഴിഞ്ഞിട്ട് കുടമൊരു കള്ളു കുടിച്ചിട്ട് കരിമീൻ മുള്ളു കടിച്ചിട്ട് കലഹം പറയണ കവലയിൽ നിന്നൊരു കണ്ണട വാങ്ങി വരുന്നുണ്ട്. പോലൊരു കൺമഷിയാളെ കാണാനായി കുമ്പിയ കൊന്തല മുണ്ടേൽ മുറുകിയ കൽക്കണ്ട കഥ കേൾക്കാനായി കണ്ടൽ ചേരിൽ കാലുകൾ ചിതറി കണ്ണിൽ കായൽ തിരകളുമായി കാലിച്ചായ കടവുകൾ താണ്ടി കൊണ്ടുപിടിച്ചു വരുന്നുണ്ട്. കഥയുടെ കടമൊരു കച്ചാൻ കാറ്റിൻ കുടയുടെ കീഴിൽ കരുതാൻ പറയുന്നവളുടെ കരളിൽ കരിവളയാടണ കടലൊടിയുന്നുണ്ട്, കവിളിൽ കവരുതിരുന്നുണ്ട്. Stomp your feet. Stomp, stomp, stomp your feet. Swing, swing, swing your arms. Swing, swing, swing your arms. Dance everybody and sing with me. Dance everybody and sing with me. Na na na, I'm so happy. Oh so happy. Sing with me. Jump around. Jump, jump, jump around. Touch the sky and touch the ground. Touch the sky and touch the ground. Shake, shake, shake your hips. Shake, shake, shake your hips. I know a song and it goes like this. I know a song and it goes like this. Na na na, I'm so happy. Oh so happy. Sing with me. Na
ടീച്ചർ. നമസ്കാരം. നമസ്കാരം. ഫീസൊക്കെ അടച്ചില്ലേ? അതൊക്കെ നമ്മൾ അപ്ഡേറ്റഡ് ആണ്. സ്കൂൾ ഫീ മുടക്കിയാലും ട്യൂഷൻ ഫീ മുടക്കില്ല. അല്ല, ടീച്ചറിന്റെ ക്ലാസ്സിൽ കാറ്റീസ് ആനുവൽ ഡേക്ക് വല്ല തീമും കിട്ടിയോ? എന്റെ പിള്ളേര് അതൊക്കെ പഠിച്ചു കഴിഞ്ഞു. കാണാതായ ആടിന്റെ ഉപമയെ പറ്റിയിട്ടാണ്. അതൊക്കെ എന്റെ പിള്ളേർ പൊളിക്കും. അത് കാണാം. ശരിയെന്നാ. തിരുവചനം പറയുന്നു, നിങ്ങളിൽ ആരാണ് തനിക്ക് 100 ആടുകൾ ഉണ്ടായിരിക്കെ അവയിൽ ഒന്ന് നഷ്ടപ്പെട്ടാൽ 99നെയും മരുഭൂമിയിൽ വിട്ടിട്ട് നഷ്ടപ്പെട്ടതിനെ കണ്ടുകിട്ടുവോളം തേടിപ്പോകാത്തത്? കണ്ടുകിട്ടുമ്പോൾ സന്തോഷിച്ച് അതിനെ തോളിലേറ്റുന്നു. വരും വഴിയും നിന്നെ കാണാതെയും പോയി. 100 ആടുള്ളോരിടയൻ ആടിനെ മേയ്ക്കാൻ പോയി. തിരികെ വരും വഴിയും നിന്നെ കാണാതെയും പോയി. അവൻ കൂട്ടിൽ നോക്കി കണ്ടില്ല, അവിടെല്ലാം നോക്കി കണ്ടില്ല. ആകെ സങ്കടമായി എങ്ങും കണ്ടില്ല. അവൻ കൂട്ടിൽ നോക്കി കണ്ടില്ല, അവിടെല്ലാം നോക്കി കണ്ടില്ല. ആകെ സങ്കടമായി എങ്ങും കണ്ടില്ല. 100 ആടുള്ളോരിടയൻ ആടിനെ മേയ്ക്കാൻ പോയി. തിരികെ വരും വഴിയും നിന്നെ കാണാതെയും പോയി. 100 ആടുള്ളോരിടയൻ ആടിനെ മേയ്ക്കാൻ പോയി. തിരികെ വരും വഴിയും നിന്നെ കാണാതെയും പോയി. ഉച്ചയൊരെണ്ണമല്ലേ പോയുള്ളൂ, സാരമില്ലെന്നേ. കൂട്ടുകാർ ചൊല്ലിയിട്ടും ഇടയൻ ഉറക്കം വന്നില്ല. ഉച്ചയൊരെണ്ണമല്ലേ പോയുള്ളൂ, സാരമില്ലെന്നേ. കൂട്ടുകാർ ചൊല്ലിയിട്ടും ഇടയൻ ഉറക്കം വന്നില്ല. ഒന്നെങ്കിലും കുഞ്ഞാടി നീ എന്റേതല്ലേ കുഞ്ഞാടി, തള്ളിക്കളയാൻ ആവുമോ കുഞ്ഞാടി? ഒന്നെങ്കിലും കുഞ്ഞാടി നീ എന്റേതല്ലേ കുഞ്ഞാടി, തള്ളിക്കളയാൻ ആവുമോ കുഞ്ഞാടി? 100 ആടുള്ളോരിടയൻ ആടിനെ മേയ്ക്കാൻ പോയി. തിരികെ വരും വഴിയും നിന്നെ കാണാതെയും പോയി. 100 ആടുള്ളോരിടയൻ ആടിനെ മേയ്ക്കാൻ പോയി. തിരികെ വരും വഴിയും നിന്നെ കാണാതെയും പോയി. കുഞ്ഞപ്പഞ്ചേട്ടനും കുഞ്ഞമ്മച്ചേച്ചിയും പിള്ളേരുമുള്ളൊരു വീടാണ്. സന്ധ്യമയങ്ങുമ്പോൾ പ്രാർത്ഥന ചൊല്ലുവാൻ വീട്ടിലൊരാൾക്കും നേരമില്ല. കുഞ്ഞപ്പഞ്ചേട്ടനും കുഞ്ഞമ്മച്ചേച്ചിയും പിള്ളേരുമുള്ളൊരു വീടാണ്. സന്ധ്യമയങ്ങുമ്പോൾ പ്രാർത്ഥന ചൊല്ലുവാൻ വീട്ടിലൊരാൾക്കും നേരമില്ല. കുഞ്ഞപ്പഞ്ചേട്ടൻ കൂടി കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ ലേറ്റാകും. കുഞ്ഞമ്മച്ചേച്ചി സീരിയല് കണ്ട് കരഞ്ഞു തളർന്നു കിടപ്പാകും. കുഞ്ഞപ്പഞ്ചേട്ടൻ കൂടി കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ ലേറ്റാകും. കുഞ്ഞമ്മച്ചേച്ചി സീരിയല് കണ്ട് കരഞ്ഞു തളർന്നു കിടപ്പാകും. ട്യൂഷന് പോകണം, ഡാൻസും പഠിക്കണം, കമ്പ്യൂട്ടർ ഗെയിമും കളിച്ചിടണം. പിന്നെ പ്രാർത്ഥിക്കുവാൻ നേരമായി വീടന്നു പിള്ളേര് രണ്ടും ചോദിക്കും. ട്യൂഷന് പോകണം, ഡാൻസും പഠിക്കണം, കമ്പ്യൂട്ടർ ഗെയിമും കളിച്ചിടണം. പിന്നെ പ്രാർത്ഥിക്കുവാൻ നേരമായി വീടന്നു പിള്ളേര് രണ്ടും ചോദിക്കും.
മാഷോട് ചൂപ്പില് ചോരനും കൂടി അത്തുകൊണ്ട് മാഷ് അല്ല എന്റെ കൈ കാണണ്ട സന്തോഷം റിമോട്ടാടാ നിനക്കെന്താ ഇത്ര ചൂട്? ഇതൊരു പഴയ സിനിമയല്ലേ, 100 വട്ടം കണ്ടതാ, മാറ്റിയാലും കുഴപ്പമില്ല. റിമോട്ട് എന്തെങ്കിലും നല്ല ഇടിക്കും ഞാൻ. എന്തിനിത്ര ഇമോഷൻ? ഇതൊക്കെ ഒരുമാതിരി ഓറല്ലേ, ഒരുമാതിരി ദൂർത്തപുത്രന്റെ ഉപമ പോലെ. ആര് പറഞ്ഞു? എന്റെ ജീവിതമായി നല്ല ബന്ധമുണ്ട്. ആടാ, അത് പറഞ്ഞപ്പോഴാ ആനുവൽ ഡേക്ക് ഒരു ത്രെഡ് കിട്ടി, ന്യൂജൻ ദൂർത്തപുത്രന്റെ ഉപമ. നിന്റെ കഥ മതി, സെറ്റ്. തിരുവചനം പറയുന്നു, ഒരു മനുഷ്യന് 2 പുത്രന്മാരുണ്ടായിരുന്നു. ഏറെ താമസിയാതെ ഇളയ മകൻ എല്ലാം ശേഖരിച്ചുകൊണ്ട് ദൂരദേശത്തേക്ക് പോയി. അവിടെ ദൂർത്തനായി ജീവിച്ച് സ്വത്ത് നശിപ്പിച്ചു കളഞ്ഞു.
സുവിശേഷങ്ങളുടെ സുവിശേഷം എന്ന പേരിൽ അറിയപ്പെടുന്ന ലൂക്കാസ് സുവിശേഷത്തിൻ്റെ 15-ാം അധ്യായം ധൂർത്തപുത്രന്റെ ഉപമ. പാപികളോടുള്ള ക്രിസ്തുവിൻ്റെ വ്യവസ്ഥയില്ലാത്ത സ്നേഹം വിളിച്ചോതുന്നുണ്ട്. ദൈനംദിന ജീവിതത്തിലെ നഷ്ടമാക്കലും കണ്ടെത്തലും പശ്ചാത്തലമാക്കി ക്രിസ്തു പഠിപ്പിക്കുന്നതാണ് ധൂർത്തപുത്രന്റെ ഉപമ. ഇത് ഒറ്റപ്പെട്ട കഥയല്ല. ഈ കാലഘട്ടത്തിൽ കൂട്ടുകാർക്ക് പ്രാധാന്യം കൊടുത്തും സ്വന്തം അപ്പനെ തള്ളിപ്പറയുകയും ചെയ്യുന്ന മക്കൾ ഇന്ന് കൂടി വരുന്നു. അവർക്കാണ് ഈ കഥ. അനന്തരം വചനം പഠിപ്പിക്കുന്നു, പിതാവിനെ ബഹുമാനിക്കുന്നവൻ ദീർഘകാലം ജീവിക്കും. തൃശൂർ ഇരിങ്ങാലക്കുടയിൽ വൻ രാസലഹരി വേട്ട. കാറിന്റെ രഹസ്യാറയിൽ ഒളിപ്പിച്ച് കടത്തുകയായിരുന്ന MDMA പിടികൂടി. സംഭവത്തിൽ കൊടുങ്ങല്ലൂർ ഏറിയാട് സ്വദേശി പിടിയിലായി. ഓ എൻ്റെ ദൈവമേ, എൻ്റെ സന്തതിയെ കൊണ്ട് തോറ്റു. അവൻ എനിക്ക് ഈ സമൂഹത്തിൽ നാണക്കേടുണ്ടാക്കുന്നു. സ്കൂളിൽ പഠിക്കുന്നവനാ. കടമക്കുടിയിൽ പോയി മദ്യപിച്ച് കൂട്ടുകാരുമായി അടിയുണ്ടാക്കി. ഇങ്ങനെയായാൽ ഞാൻ എങ്ങനെ പുറത്തിറങ്ങി നടക്കും? ദൈവമേ, എൻ്റെ സ്വപ്നങ്ങളെയെല്ലാം തകർക്കുകയാണോ? കുട്ടികൾ തലതിരിഞ്ഞു പോയാൽ സമൂഹം മാതാപിതാക്കന്മാരെ എല്ലാം പഴിചാരൂ. ഇനി എന്തെല്ലാം കാണേണ്ടി വരും ദൈവമേ. അപ്പാ, ബൈക്കിന്റെ ചാവി കണ്ടോ? നിനക്ക് എന്തിനാ മോനെ ബൈക്ക്? കൂട്ടുകാർക്കൊപ്പം കുഴിമന്തി കഴിക്കാൻ പോകണം. അതിന് നിനക്ക് ലൈസൻസ് ഇല്ലല്ലോ, പിന്നെ എന്തിനാ ചോദിക്കുന്നേ? ഞാൻ കൂട്ടുകാരോട് പറഞ്ഞുപോയി ബൈക്ക് കൊണ്ടുവരാമെന്ന്. പറ്റില്ല. കഴിഞ്ഞ ആഴ്ച ബൈക്കുമായി പോയത് കൊണ്ടല്ലേ പോലീസ് പിടിച്ചത്. പോലീസ് പിടിക്കാതെ ഞാൻ നോക്കിക്കോളാം. അപ്പം ബൈക്കിന്റെ താക്കോൽ എറിയുന്നുണ്ടോ? മകനെ, എന്താ നിനക്ക് പറ്റിയത്? ചീത്ത കൂട്ടുകെട്ടിലേക്കാണല്ലോ നിന്റെ പോക്ക്. നീ മദ്യപിക്കുന്നു, അടിയുണ്ടാക്കുന്നു, അപ്പനറിയാതെ പോക്കറ്റിൽ നിന്ന് പൈസ മോഷ്ടിക്കുന്നു, പ്രാർത്ഥനയില്ല, പള്ളിയിൽ പോകുന്നില്ല. അത്ര നല്ല ശീലമല്ല ഇത്. എന്താ മോനെ, നിനക്കെന്താ പറ്റിയത്? മോനെ, ഓ, എന്നും കുറ്റം തന്നെ പറയാനുള്ളൂ. എന്നെ ആരും ഉപദേശിക്കാൻ വരണ്ട. എനിക്കറിയാം എന്താ വേണ്ടതെന്ന്. എൻ്റെ എല്ലാ ആഗ്രഹങ്ങൾക്കും അപ്പനെതിരാണ്. പിന്നെ ഞാൻ കുറച്ച് പണം എടുത്തിട്ടുണ്ട്. എനിക്ക് നിങ്ങളുടെ വണ്ടിയും വേണ്ട, കിണ്ടിയും വേണ്ട. മടുത്ത് ഞാൻ പോണേന്ന്. മോനെ, നീ പോകല്ലേ? നീ പോയല്ലടാ മോനെ. മാതാപിതാക്കളെ മാപ്പ്, ഇനി അങ്ങോട്ട് തന്നിട്ട കൂത്ത്, മുന്നം മറന്നൊരു പോക്ക്, ഗുണപാഠങ്ങളോ മതിയാക്ക്. ഇത് എൻ പാത, എൻ അധികാരം, വഴി തെറ്റാനും ഉണ്ടവകാശം. സുഖ സന്തോഷമാണ് പ്രധാനം, ഇനി മറ്റേതുമില്ല വിചാരം. പുനരധിവാസം, അടിമുടി ഒരു പുതിയ വിലാസം, തനി നിറമിട്ട് തണിയണ നെഞ്ചെ കാട്ട് തോന്യാസം. കിതക്കിതക്കണ പെടക്കണ ശ്വാസം, ചെവികളിൽ ഇനി അരുതുപദേശം, തനി നിറമിട്ട് തണിയണ നെഞ്ചെ കാട്ടു തോന്യാസം. കട്ടപ്പാച്ചിലാണടി പതറുകയില്ല, നേടി സ്വാതന്ത്ര്യം. മുഖ്യൻ താഴെ വന്നൊരു ചെറുകൊടി മീശയിൽ ആത്മവിശ്വാസം. കാണും കണ്ണുകൾക്കിത് ഹാസ്യം, ചില നേരം ആഭാസം.
അവിവേകമാണ് ഈ ലക്ഷ്യം അവതാളമാക്കാം മൊത്തം. One true God who reigns over all things and the universe, Almighty God, Christ of the last days. This is the Holy Spirit's testimony, proof undeniable. He's working to bear testimony everywhere. So no one will have any doubt, the triumphant King, Almighty God has prevailed over the world. He has been victorious over sin and accomplished his redemption. The whole earth shall rejoice, it praises the triumphant King, Almighty God, forever and ever. Worthy are you of honor and praise. Jesus carried the cross. He fully paid the price. Now I am right in His eyes. Eh hala, eh hala, eh hala, eh hala, eh hala, eh hala. Hecce yelle yel hala, eh hala, eh hala, eh hala, eh hala, eh hala. Hecce yelle yel hala, eh hala, eh hala, eh hala, eh hala, eh hala. Hecce yelle. എരിയട്ടെ തിരികൾ ഉരുകട്ടെ മെഴുക് വളരട്ടെ വയസ്സ് എണ്ണിൽ തളര് മുടിതട്ടാ മുഖമേ ഇരുകണ്ണിനഴകേ പുരുഷത്വത്തികവേ പലകാലം നീ വാഴ് കടലും കരയും ഇന്നിളക്കമല്ലേ സമയം നിലയ്ക്കുവാനൊരുക്കമല്ലേ ഇത് നിൻ സുദിനമല്ലേ ആർമാദം ആർക്കും മർമാദം ആർക്കും പൊന്തട്ടെ ആഘോഷ പ്രകമ്പനം ആർമാദം ആർക്കും മർമാദം ആർക്കും പൊന്തട്ടെ ആഘോഷ പ്രകമ്പനം ആർമാദം ആർക്കും മർമാദം ആർക്കും പൊന്തട്ടെ ആഘോഷ പ്രകമ്പനം ആർമാദം ആർക്കും മർമാദം ആർക്കും പൊന്തട്ടെ ആഘോഷ പ്രകമ്പനം.
എന്നും കുറ്റം തന്നെ പറയാനുള്ളൂ. എന്നെ ആരും ഉപദേശിക്കാൻ വരണ്ട. മടുത്ത് 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 മടുത്ത്. സാറെന്താ ഇവിടെ? അതൊക്കെ ഞാൻ എത്തി. എന്താ പരിപാടി? എന്നോട് നീ പറ. ഞാൻ വീട് വിട്ട് ഇറങ്ങിയതാണ് സാറേ. എൻ്റെ കയ്യില് കുറെ പൈസ ഉണ്ടായിരുന്നു, കുറെ കൂട്ടുകാരും. പൈസ ഇല്ലാണ്ടായപ്പോ എല്ലാവരും ഇട്ടിട്ട് പോയി. ഞാൻ ജോലി അന്വേഷിച്ച് കുറെ സ്ഥലത്ത് നടന്നു, പക്ഷേ ഒന്നും ശരിയായില്ല. എനിക്ക് മടുത്ത് സാറേ, എനിക്ക് മടുത്ത്. ഞാൻ എല്ലാം അവസാനിപ്പിക്കാൻ വേണ്ടിയാണ് ഇവിടെ വന്നത്. നീ നിന്റെ അപ്പനെ പറ്റി ആലോചിച്ചിട്ടുണ്ടോ? നീ പോകുന്നത് മുതൽ നിന്നെ ഒന്ന് കാണാൻ, നിന്നെ ഒന്ന് കേൾക്കാൻ, നിന്നെ ഒന്ന് കെട്ടിപ്പിടിക്കാൻ ആ മനസ്സ് കൊതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ കൂടുതൽ എന്ത് പ്രതീക്ഷയാണ് നിനക്ക് ജീവിതത്തിൽ വേണ്ടത്? ശരണം ശരണം മമ ഗുരുവേ കൃപനീ തരണം അടിയങ്ങൾ നിൻ തിരുമുൻപിൽ ഒരു മനമോടെ. തിരുനാഥ ശരണം ശരണം മമ ഗുരുവേ കൃപനീ തരണം അടിയങ്ങൾ നിൻ തിരുമുൻപിൽ ഒരു മനമോടെ. എല്ലാവരും നല്ല തീമാണ് കണ്ടെത്തിയിരിക്കുന്നത്. വിതയ്ക്കുന്ന കർഷകരിലും കടുകുമണിയെ മരമാക്കുന്ന മറിഞ്ഞിരിക്കുന്ന മാന്ത്രികനിലും വഴിതെറ്റിയ കുഞ്ഞാടിനെ തേടിയെത്തുന്ന നല്ലിടയനിലും ഒടുവിൽ വഴിതെറ്റിപ്പോയ ധൂർത്തപുത്രനെ അന്വേഷിച്ചെത്തുന്ന ആ സ്നേഹപിതാവിലും നിങ്ങൾ പ്രത്യാശയുടെ നല്ല പാഠങ്ങൾ കണ്ടെത്തി. ടീച്ചറെ നിക്ക് ഇവന്റെ ചേട്ടൻ്റെ കംപ്ലീറ്റ് ആക്കണ്ടേ? പാടിനടന്ന് പുള്ളി പിന്നെ അങ്ങാട്ട പോയി. എല്ലാ സിനിമയിലെ പോലെ ചേട്ടൻ വീട്ടിൽ വന്ന് അപ്പനായിട്ട് കെട്ടിപ്പിടിച്ച് എല്ലാ വർഷത്തിനും നല്ലൊരു ക്രിസ്മസ് ആയിരുന്നു. ഹാപ്പി എൻഡിങ്. ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ പ്രതീക്ഷകളില്ലാതെ അവന്റെ ജീവിതം ഇരുട്ടിലേക്ക് മുങ്ങിത്താഴുമ്പോൾ അങ്ങകലെ ആകാശത്ത് പ്രത്യാശയുടെ ഒരു താരകം ഉദിക്കും. അതാണ് ക്രിസ്തു. അവന്റെ പിറവി തിരുനാളാണല്ലോ ക്രിസ്മസ്. നമ്മുടെ ഇന്നത്തെ ഈ ആനിവേഴ്സറി ഒരു ക്രിസ്മസ് പരിപാടിയോടുകൂടി നമുക്ക് അവസാനിപ്പിക്കാം. തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. പുറപ്പാടിൽ, മരുഭൂവിൽ, നടുക്കടലിൽ, തീച്ചൂളയിൽ, പ്രവാസത്തിൽ നമ്മൾ അവനെ പ്രത്യാശയോടെ കാത്തിരുന്നു. പാവപ്പെട്ട പുൽക്കൂട്ടിൽ നമ്മൾ അവനെ മനുഷ്യനായി കണ്ടു.
തങ്കത്തിങ്കൾ വാനിലൊരുക്കും വർണ്ണക്കൊട്ടാരം, സങ്കല്പങ്ങൾ പൂത്തുവിടർത്തും സ്വർണ്ണ പൂന്തോട്ടം. മുറ്റത്തെ ഒരു നക്ഷത്രം ഒറ്റയ്ക്കെത്തിക്കാവൽ നിൽക്കും. സ്വർഗത്തിൻ ഒരു സംഗീതം വിണ്ണിൽ നിന്നും മാലാഖമാർ പാടും. തങ്കത്തിങ്കൾ 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 വാനിലൊരുക്കും വർണ്ണക്കൊട്ടാരം, സങ്കല്പങ്ങൾ പൂത്തുവിടർത്തും സ്വർണ്ണ പൂന്തോട്ടം. കോടമഞ്ഞും പൂനിലാവും കോടി തീർത്ത പുണ്യരാവ്, മിന്നി മിന്നി വാനിലങ്ങും കണ്ണു ചിമ്മും താരജാലം. പാപലോകം ധന്യമാക്കാൻ പാപികൾക്ക് മോക്ഷമേകാൻ പാരിടത്തിൽ ദൈവസുനുജാതനായി. സ്നേഹരാജ്യം സാധ്യമാകാൻ സ്നേഹിതരെ സ്വന്തമാക്കാൻ പാരിടത്തിൽ ദൈവസുനുജാതനായി. ദേവദൂത ഗാനമെങ്ങും ഉയർന്നു കേൾക്കാൻ, ഹല്ലേലൂയ ഗീതമെങ്ങും നിറഞ്ഞു നിൽക്കാൻ. ശാന്തി മണ്ണിലേകിടാനായി വന്ന നാഥനെ മണ്ണും വിണ്ണും ഒന്നു ചേർന്ന് വാഴ്ത്തിടുന്നിതാ. ദേവദൂത ഗാനമെങ്ങും ഉയർന്നു കേൾക്കാൻ, ഹല്ലേലൂയ ഗീതമെങ്ങും നിറഞ്ഞു നിൽക്കാൻ. ശാന്തി മണ്ണിലേകിടാനായി വന്ന നാഥനെ മണ്ണും വിണ്ണും ഒന്നു ചേർന്ന് വാഴ്ത്തിടുന്നിതാ. കോടമഞ്ഞും പൂനിലാവും കോടി തീർത്ത പുണ്യരാവ്, മിന്നി മിന്നി വാനിലെങ്ങും കണ്ണു ചിമ്മും താരജാലം. അന്നൊരു നാളിൽ മിന്നണരാവിൽ കന്നാലിക്കൂട്ടിലൊരുണ്ണി പിറന്നേ. മഞ്ഞണിപ്പൂക്കൾ പുഞ്ചിരിക്കുമ്പോൾ മണ്ണിന്റെ നായകനുണ്ണി പിറന്നേ. ഇല്ലെങ്കിൽ ഞങ്ങള് പോട്ടെ പൊട്ടെ പമ്പം തങ്കി താട്ടെ. ഇല്ലെങ്കിൽ ഞങ്ങള് പോട്ടെ.
ഗീതങ്ങൾ കേൾക്കുന്നു വാനിൽ ധനുമാസ കുളിരിൻ പൊൻപ്രഭയിൽ കാലിക്കൂട്ടിൽ ഉണ്ണീശോ പിറന്നുവല്ലോ. പൊരുതി മുഴക്ക് പുത്തടിക്കും നാളുകളെ കൊട്ടിയട